സംസ്ഥാന പട്ടികജാതി വകുപ്പിലെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ ഇ ഗവേണൻസ് സംവിധാനം ഏർപ്പെടുത്തുന്നതിൽ ഗുരുതര വീഴ്ചയെന്ന പഠന റിപ്പോർട്ട്. മറ്റ് ഡിപ്പാർട്ട്മെന്റുകൾ വളരെയധികം മുന്നേറിയപ്പോഴാണ് പട്ടികജാതി വകുപ്പിന്റെ മെല്ലെപ്പോക്കെന്ന വിമർശനം. ഉദ്യോഗസ്ഥ ഭരണ പരിഷ്കാര വകുപ്പ് പുറത്തിറക്കിയ പ്രവൃത്തി പഠന റിപ്പോർട്ടിലാണ് വിമർശനം. സംസ്ഥാന ബജറ്റ് വിഹിതമായും കേന്ദ്ര പദ്ധതികളായും കോടിക്കണക്കിന് രൂപ കൈകാര്യം ചെയ്യുന്നതും നിരവധി ക്ഷേമ പ്രവർത്തനങ്ങൾ നടക്കുന്നതുമായ പട്ടികജാതി വകുപ്പിൽ ഇ ഗവേണൻസ് സംവിധാനം ഏർപ്പെടുത്താത്തതും അതിനായി നടപടിക്രമങ്ങൾ സ്വീകരിക്കാത്തതും ന്യായീകരിക്കാനാവില്ലെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഇതുമൂലം സർക്കാരിന്റെ ആനുകൂല്യങ്ങൾ അർഹരിലേക്ക് എത്തുവാൻ കാലതാമസമെടുക്കും. ഇ ഗവേണൻസ് സംവിധാനം ആവിഷ്കരിക്കുന്നതിലൂടെ അപേക്ഷകൾ കെട്ടിക്കിടക്കാതെ വേഗത്തിൽ പരിഹരിക്കാനാകും, അതിലൂടെ സമയനഷ്ടം കുറയ്ക്കാനാകും എന്നിരിക്കെയാണ് വകുപ്പിന്റെ മെല്ലെപ്പോക്കെന്നും റിപ്പോർട്ടിൽ പറയുന്നു. മറ്റ് വകുപ്പുകളിൽ ഇ ഗവേണൻസിനുള്ള നടപടികൾ ത്വരിതഗതിയിൽ നടക്കുമ്പോൾ ഇവിടെ പ്രാഥമിക നടപടി പോലും ആരംഭിച്ചില്ലെന്നാണ് വിമർശനം. മാത്രമല്ല, പട്ടികജന വിഭാഗത്തിന്റെ ഡാറ്റാബേസ് തയ്യാറാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുവെങ്കിലും വകുപ്പിന്റെ പ്രവർത്തനങ്ങളിൽ ഓൺലൈൻ ആകാത്തതും ഡാറ്റാബേസിന്റെ കാര്യക്ഷമമായ ഉപയോഗവും കൃത്യമായ അപ്ഡേഷനും പൂർണ്ണമായി നടക്കാൻ സാധിക്കുന്നില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. കൂടാതെ വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ സോഫ്റ്റ്വെയർ സംവിധാനത്തിൽ ഉൾപ്പെടുത്താത്തതും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. സാങ്കേതിക പരിജ്ഞാനമുള്ളവരെ ഇതിനായി നിയോഗിച്ച് കുറഞ്ഞ ചിലവിൽ സോഫ്റ്റ്വെയർ സംവിധാനം ഉറപ്പാക്കണം, അല്ലാത്തപക്ഷം അതിനായി വിദഗ്ധരെ നിയമിക്കണമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളിലടക്കം വിവരസാങ്കേതിക വിദ്യ അടിസ്ഥാനമാക്കിയ ഇ ഗവേണൻസ് സംവിധാനത്തിലേക്ക് ബഹുദൂരം മുന്നേറിയ സാഹചര്യത്തിലാണ് സംസ്ഥാന സർക്കാരിന് കീഴിലെ ഭരണപരിഷ്കാര വകുപ്പ് പുറത്തിറക്കിയ പ്രവൃത്തി പഠന റിപ്പോർട്ടിലെ വിമർശനം എന്നതും ശ്രദ്ധേയമാണ്. ജനം, തിരുവനന്തപുരം.